നമസ്കാരം. പ്രധാന വാർത്തകൾ. അട്ടപ്പാടിയിൽ 2 മാസം മുമ്പ് കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം ഉൾവനത്തിൽ കൊലപ്പെടുത്തി കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. 45-കാരിയായ വള്ളിയമ്മയാണ് മരിച്ചത്. കൂടെ താമസിച്ചിരുന്ന പളനി എന്നയാൾ അറസ്റ്റിൽ. ഒറ്റപ്പാലം അമ്പലപ്പാറ റോഡിൽ ലോറി ഇടിച്ച സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണാന്ത്യം. നെല്ലിക്കുറിച്ചി മുളഞ്ഞൂർ സ്വദേശിനി വന്ദനയാണ് മരിച്ചത്. തൂതപ്പുഴയിലെ വിളയൂർ കണ്ടേങ്കാവ് കടവിൽ കുളിക്കാനിറങ്ങിയ അതിഥി തൊഴിലാളികൾ ഒഴുക്കിൽപ്പെട്ടു. ഒരാളെ കാണാതായി. ഉത്തർപ്രദേശ് സ്വദേശി വാസിദിനെയാണ് കാണാതായത്. മറ്റൊരാളെ ഒപ്പമുണ്ടായിരുന്നവർ രക്ഷപ്പെടുത്തി. ശബരിമല വിഷയത്തിൽ BJPയും CPMും പരസ്പര സഹകരണ സംഘമായി മാറിയെന്ന് സന്ദീപ് ജി വാര്യർ. തന്നെ ജയിലിലടച്ചത് ഹാൻസ് വെച്ച് ശബരിമലയിൽ പോയതിനല്ല, സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ അന്തസ്സായി സമരം ചെയ്തതിനെന്നും സന്ദീപ് വാര്യർ. ജന്മനാട്ടിൽ സന്ദീപ് വാര്യർക്ക് സ്വീകരണം. പന്തീരുകുല പ്രധാനി നാറാണത്ത് ഭ്രാന്തന്റെ സ്മരണയിൽ ആയിരങ്ങൾ രായിരനെല്ലൂർ മലകയറ്റത്തിന് പുലർച്ചെ മുതൽ അനുഭവപ്പെട്ടത് വൻതിരി. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് അനങ്ങനടി വില്ലേജ് ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച്. സ്ഥിരം വില്ലേജ് ഓഫീസറെ നിയമിക്കണമെന്നും സേവനങ്ങൾ ലഭ്യമാക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കണമെന്നും നേതാക്കൾ. വിശദമായ വാർത്തകൾ നോക്കാം. അട്ടപ്പാടിയിൽ ഉൾവനത്തിൽ കൊലപ്പെടുത്തി കുഴിച്ചിട്ട ആദിവാസി വീട്ടമ്മയുടെ മൃതദേഹം കണ്ടെത്തി. ഇലച്ചി വഴി ആഞ്ചക്കക്കൊമ്പിൽ 45-കാരിയായ വള്ളിയമ്മയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. 2 മാസം മുമ്പാണ് വള്ളിയമ്മയെ കാണാതായത്. 2 മാസം മുമ്പാണ് വള്ളിയമ്മയെ കാണാതായത്. ഇവരുടെ മക്കൾ പോലീസിൽ പരാതി നൽകിയതോടെയാണ് അന്വേഷണം ആരംഭിച്ചത്. തുടർന്ന് കൂടെ താമസിച്ചിരുന്ന പഴനിയെ പുതൂർ പോലീസ് പിടികൂടുകയായിരുന്നു. വള്ളിയമ്മയെ കൊന്ന് ഉൾവനത്തിൽ കുഴിച്ചിട്ടതായി പഴനി പോലീസിനോട് വെളിപ്പെടുത്തി. 2 പേരും വിറക് ശേഖരിക്കാൻ ഉൾക്കാട്ടിൽ പോവുകയും ഇവിടെ വെച്ചുണ്ടായ തർക്കത്തിൽ അടിച്ചു കൊലപ്പെടുത്തി മൃതദേഹം കുഴിയെടുത്ത് മൂടുകയുമായിരുന്നുവെന്ന് പഴനി പോലീസിന് മൊഴി നൽകി. ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തും. മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ഒറ്റപ്പാലം അമ്പലപ്പാറ റോഡിൽ കാഞ്ഞിരക്കടവിൽ ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണാന്ത്യം. നെല്ലിക്കുറിച്ചി മുളഞ്ഞൂർ സ്വദേശിനി വന്ദനയാണ് മരിച്ചത്. 35 വയസ്സായിരുന്നു. രാവിലെ 11:45 അപകടം നടന്നത്. മുരുക്കുംപറ്റ ഭാഗത്തു നിന്ന് വരികയായിരുന്ന സ്കൂട്ടറിനെ അതേ ദിശയിൽ വരികയായിരുന്ന ലോറി ഇടിക്കുകയായിരുന്നു. തെറിച്ചു വീണ വന്ദനയുടെ തലയ്ക്ക് മുകളിലൂടെ ലോറി കയറിയിറങ്ങിയതായി നാട്ടുകാർ പറഞ്ഞു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. നെല്ലിക്കുറിശ്ശിയിലെ ക്വാറിയിൽ നിന്ന് ലോഡ് കയറ്റി ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോവുകയായിരുന്നു ലോറി. തൂതപ്പുഴയിലെ വിളയൂർ കണ്ടേങ്കാവ് കടവിൽ കുളിക്കാനിറങ്ങിയ അതിഥി തൊഴിലാളിയായ യുവാവിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. ഉത്തർപ്രദേശ് സ്വദേശി വാസിദിനെയാണ് കാണാതായത്. ഇയാൾക്കൊപ്പം ഒഴുക്കിൽപ്പെട്ട ഉത്തർപ്രദേശിലെ തന്നെ ആസിഫ് ഹുസൈൻ എന്ന യുവാവിനെ ഒപ്പമുണ്ടായിരുന്നവർ രക്ഷപ്പെടുത്തി. ശനിയാഴ്ച ഉച്ചയോടെയാണ് തൂതപ്പുഴയിലെ പുലാമന്തോൾ വിളയൂർ കണ്ടേങ്കാവ് കടവിൽ ഉത്തർപ്രദേശ് സ്വദേശികളായ വാസിദും ആസിഫ് ഹുസൈനും ഒഴുക്കിൽപ്പെട്ടത്. കണ്ടേക്കാവിൽ പ്രവർത്തിക്കുന്ന മെറ്റൽ കമ്പനിയിലെ ഓട്ടുപാത്ര നിർമ്മാണ തൊഴിലാളികളാണ് UP സ്വദേശികളായ യുവാക്കൾ. മറ്റു തൊഴിലാളികൾക്കൊപ്പം പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയ ഇരുവരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഒഴുക്കിൽപ്പെട്ട വാസിദിനെ കാണാതായി. ആസിഫ് ഹുസൈനെ കൂടെയുണ്ടായിരുന്നവർ രക്ഷപ്പെടുത്തുകയായിരുന്നു. ആസിഫ് ഹുസൈനെ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരിന്തൽമണ്ണ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ അഗ്നിരക്ഷാസേനയും മുങ്ങൽ വിദഗ്ധരും നാട്ടുകാരും ചേർന്ന് പുഴയിൽ തിരച്ചിൽ നടത്തി. കൊപ്പം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. ചെർപ്പശ്ശേരിയിൽ CPM സംഘടിപ്പിച്ച വികസന മുന്നേറ്റ ജാഥ പര്യടനം തുടരുന്നു. പന്നിയംകുറിശ്ശി പടിഞ്ഞാറ്റുമുറിയിൽ നിന്ന് ആരംഭിച്ച ജാഥ CPM ഏരിയ സെക്രട്ടറി K നന്ദകുമാറാണ് ഉദ്ഘാടനം ചെയ്തത്. LDF തുടരും, ചെർപ്പശ്ശേരി വളരും എന്ന മുദ്രാവാക്യവുമായാണ് CPM ചെർപ്പശ്ശേരി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന മുന്നേറ്റ ജാഥ നടത്തുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലത്ത് CPM നേതൃത്വം നൽകുന്ന നഗരസഭാ ഭരണസമിതി നടത്തിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളുമായി സംവദിക്കുന്നതിനാണ് ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. CPM ഏരിയ കമ്മിറ്റി അംഗം C ജയകൃഷ്ണൻ ക്യാപ്റ്റനും M സിജു വൈസ് ക്യാപ്റ്റനും നഗരസഭാ ചെയർമാൻ P രാമചന്ദ്രൻ മാനേജരുമായ ജാഥ പന്നിയംകുറിശ്ശി പടിഞ്ഞാറ്റുമുറിയിൽ നിന്നാണ് ആരംഭിച്ചത്. CPM ഏരിയ സെക്രട്ടറി K നന്ദകുമാർ ജാഥ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ ഇവിടെയുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ എല്ലാവിധ അനുഗ്രഹവും വാങ്ങി ഈ പ്രദേശത്തെ പരമാവധി ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് കാശ് വാങ്ങി പോക്കറ്റിലിട്ടിട്ട് അവിടം കൊണ്ട് നിൽക്കുന്നില്ല. നാട്ടിലെമ്പാടും പറയാൻ കൊള്ളാത്ത ബിസിനസ്സുകൾ നടത്തി നാട്ടിലുള്ള പല വ്യക്തികളെയും അവരിൽ നിന്ന് കടം വാങ്ങി അവരെ എല്ലാം തന്നെ ഒന്നാം തരം പറ്റിച്ച്
രാജ്യം വിട്ടിരിക്കുകയാണ്. രാജ്യം വിട്ടുപോയൊരു മെമ്പർ, ഇവിടെയുള്ള മുസ്ലിം ലീഗുകാരൻ അയാളുടെ കാറിൽ പോയിട്ട് കോഴിക്കോട് എയർപോർട്ടിൽ പോയിട്ട് യാത്രയപ്പ് കൊടുത്ത് പറഞ്ഞയച്ചു എന്നാണ് കേട്ടത്. എങ്ങനെ ഇനി ഇവിടെ മുസ്ലിം ലീഗിന് ഈ വരുന്ന തെരഞ്ഞെടുപ്പില് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് മത്സരിക്കാൻ വേണ്ടി കഴിയുക? ജാഥ ക്യാപ്റ്റൻ സി ജയകൃഷ്ണൻ, വൈസ് ക്യാപ്റ്റൻ എം സി ജു, നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ, പി കെ മണികണ്ഠൻ, കെ ടി പ്രമീള എന്നിവർ സംസാരിച്ചു. ശനിയാഴ്ച നാലാലുംകുന്ന്, തൂത, 29 മൈൽ, കാറൽമണ്ണ, കരുമാനാംകുറിശി തുടങ്ങിയ പ്രദേശങ്ങളിൽ ജാഥ പര്യടനം നടത്തി. ഞായറാഴ്ച പന്നിയംകുറിശിയിലാണ് ജാഥയുടെ സമാപനം. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി മമ്മിക്കുട്ടി MLA സമാപനം ഉദ്ഘാടനം ചെയ്യും. ഹാൻഡ്സ് വെച്ച് ശബരിമലയിൽ പോയതിനല്ല, ജയിലിലടച്ചത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരായി അന്തസ്സായി സമരം ചെയ്തതിനാണെന്ന് സന്ദീപ് ജി വാര്യർ. ശബരിമല വിഷയത്തിൽ BJPയും CPMഉം പരസ്പര സഹകരണ സംഘമായി മാറിയെന്നും അദ്ദേഹം ചെത്തല്ലൂരിൽ പറഞ്ഞു. KPCC ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട സന്ദീപ് വാര്യർക്ക് ജന്മനാടായ ചെത്തല്ലൂരിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പത്തനംതിട്ടയിൽ ദേവസ്വം ഓഫീസിലേക്ക് മാർച്ച് നടത്തി, യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടത്തി. അവിടെ പോലീസ് കള്ളക്കേസെടുത്ത് 10 ദിവസം ജയിലിലടച്ചപ്പോ ഏറ്റവും അധികം സന്തോഷം CPMകാർക്കായിരുന്നില്ല, BJPക്കാർക്കായിരുന്നു. ഞാൻ ജയിലിൽ പോയപ്പോ ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ശബരിമലയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത് ജയിലിൽ പോയത് ഹാൻഡ്സ് വെച്ച് ശബരിമലയിൽ പോയതിന്റെ പേരിലല്ല. ഇരുമുടിക്കെട്ട്, പവിത്രമായ ഇരുമുടിക്കെട്ട്, അതിനെ അവഹേളിച്ചുകൊണ്ടത് താഴെ തള്ളിയിട്ടതിന്റെ പേരിലല്ല ഞാൻ ജയിലിൽ പോയത്. മറിച്ച് പിണറായി വിജയനും കൂട്ടരും ചേർന്ന് ശബരിമലയിൽ നടത്തിയ സ്വർണ്ണ കൊള്ളയ്ക്കെതിരായി സമരം ചെയ്ത അന്തസ്സായി കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പമാണ് 10 ദിവസക്കാലം ഞാൻ ജയിലിൽ പോയത്. ഈ വിശ്വാസ സംരക്ഷണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ തവണ വലിയ തോതിൽ ജനങ്ങളെ ഇളക്കി വിട്ടിട്ടുള്ള സംഘപരിവാറോ BJPയോ എന്താ ഇപ്പൊ സമരമുഖത്തില്ലാത്തത്? എന്താ ഈ നാട്ടിൽ ഇപ്പൊ അവർക്ക് നാമജപ ഘോഷയാത്ര നടത്തണ്ടേ? ഈ നാട്ടിൽ നാമജപ ഘോഷയാത്ര നടത്തി കഴിഞ്ഞാൽ നാട്ടുകാർ വരും പറയും, കഴിഞ്ഞ ഗണേശോത്സവത്തിന്റെ പേരിൽ കണ്ടമാനം പിരിച്ച് നക്കി എന്നാണ് ഇപ്പൊ പറയുന്നത്, പറ്റിച്ചു പറയുന്നത്. നമ്മളായിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ബാങ്ക് അക്കൗണ്ട് വഴിക്ക് ചെയ്തിരുന്ന കാര്യമാണ്. ഇപ്പൊ പുതിയ ചില ആളുകൾ വന്ന് പണം അടിച്ചു മാറ്റിയെന്ന് അവർ തന്നെ പറയുന്നത് എനിക്കറിയില്ല. എന്തായാലും ഒരു കാര്യം പറയാം, വിശ്വാസികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങി നടന്നിരുന്ന ഒരാളെ ഇപ്പൊ പിണറായി വിജയന്റെ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ പ്രതിഷേധിക്കാൻ കാണുന്നില്ല. ഇതാ കാരണം പരസ്പര സഹകരണ സംഘമായി മാറിയിരിക്കുന്നു. CPMഉം BJPയും പരസ്പര സഹകരണ സംഘമായി മാറിയിരിക്കുന്നു. കോൺഗ്രസ് തച്ചനാട്ടുകര മണ്ഡലം കമ്മിറ്റിയാണ് സന്ദീപ് വാര്യർക്ക് ജന്മനാടായ ചെത്തല്ലൂരിൽ സ്വീകരണം നൽകിയത്. തുടർന്ന് നടന്ന യോഗം ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടം ഉദ്ഘാടനം ചെയ്തു. തച്ചനാട്ടുകര മണ്ഡലം പ്രസിഡന്റ് P കൃഷ്ണദാസ് അധ്യക്ഷനായി. വി രാമൻകുട്ടി ഗുപ്തൻ, E ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് ജയറാം, പാർവതി ഹരിദാസ്, ഗോപാലകൃഷ്ണൻ, VD മണികണ്ഠൻ, PT അജ്മൽ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസ് അനങ്ങനടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് ഓഫീസിൽ സ്ഥിരം ഓഫീസറെ നിയമിക്കുക, സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിൽ കാലതാമസം വരുന്നത് ഒഴിവാക്കുക, പോക്കുവരവ് ചെയ്യുന്നതിന് സാമ്പത്തിക ചൂഷണം നിർത്തുക, ടോയ്ലറ്റിൽ ജലലഭ്യത ഉറപ്പാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ജനങ്ങളുടെ പ്രയാസങ്ങൾ ഒഴിവാക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതി നോക്കുകുത്തിയാകുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടുമാണ് അനങ്ങനടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് വില്ലേജ് ഓഫീസിന് സമീപം അവസാനിച്ചു. തുടർന്ന് നടന്ന ധർണ KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായും സർക്കാർ ഓഫീസിലെ മുഴുവൻ ജീവനക്കാരെയും എല്ലാവരെയും ഒന്നിച്ച് കുറ്റം പറയാനെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നല്ലവരായ എത്രയോ ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ പരമാവധി നിർവഹിച്ചു കൊടുക്കുവാൻ പരമാവധി ശ്രമിക്കുന്ന എത്രയോ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അതിനെല്ലാം വിപരീതമായി ഈ പഞ്ചായത്തിൽ, ഈ വില്ലേജ് ഓഫീസിൽ കഴിഞ്ഞ കുറേ കാലമായി ചില പ്രത്യേക ഉദ്യോഗസ്ഥന്മാർ
6 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജോലി ചെയ്ത് വീണ്ടും ട്രാൻസ്ഫർ ചെയ്ത് പോയി വീണ്ടും ഈ സ്ഥാപനത്തിൽ ഈ ഓഫീസിൽ തന്നെ വീണ്ടും ജോലിക്ക് വന്ന ചില ഉദ്യോഗസ്ഥന്മാർ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനപ്പുറത്തായി അവരുടെ സർട്ടിഫിക്കറ്റ് പോലെ ഏറ്റവും ചെറിയ ചെറിയ കാര്യങ്ങൾ ടാക്സ് ഉൾപ്പെടെ ടാക്സ് അടയ്ക്കൽ ഉൾപ്പെടെ അവർക്ക് ഏതെങ്കിലും വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ന്യായമായ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ അവൻ അർഹതപ്പെട്ട സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോലും കൈക്കൂലി കൊടുക്കണം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ വില്ലേജ് മാറിയിരിക്കുന്നു. ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഷ്റഫ് കാരുകുളം അധ്യക്ഷനായി. മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് സൽമാൻ, ചെർപ്പുളശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് ഷബീർ നിരാണി, വാർഡ് മെമ്പർ മുസ്തഫ പടിയത്ത്, MC ഉണ്ണികൃഷ്ണൻ, രാജീവ് ഗാന്ധി നഗർ, P ശിവദാസ്, TP അന്നു സാലിഹ്, രാജു ചാക്കോ, P ഉസ്മാൻ, EP ഷഫീഖ് എന്നിവർ സംസാരിച്ചു. പന്തീരുകുല പ്രധാനി നാറാണത്ത് ഭ്രാന്തന്റെ സ്മരണയിൽ ആയിരങ്ങൾ രായിരനെല്ലൂർ മല കയറി. തുലാം 1 മലമുകളിൽ വെച്ച് നാറാണത്ത് ഭ്രാന്തന് ദുർഗാദേവി ദർശനം നൽകിയെന്ന ഐതിഹ്യ പെരുമയിലാണ് ഈ ദിവസം വിശ്വാസികൾ മല കയറുന്നത്. പുലർച്ചെ മുതൽ തന്നെ മല കയറാൻ വിശ്വാസികളുടെ തിരക്ക് അനുഭവപ്പെട്ടു. ഭക്തി നിർവൃതിയിൽ ഇത്തവണയും ആയിരങ്ങൾ രായിരനെല്ലൂർ മല കയറി. പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്കാണ് മലകയറ്റത്തിന് അനുഭവപ്പെട്ടത്. 500 അടിയോളം ഉയരമുള്ള ചെങ്കുത്തായ മലകയറ്റം സാഹസികവും ഭക്തിനിർഭരവുമാണ്. കുട്ടിക്കാലത്ത് വേദം പഠിക്കാനായി തിരുവേഗപ്പുറയിലെത്തിയ നാറാണത്ത് ഭ്രാന്തൻ ഇവിടെ അടുത്തുള്ള രായിരനെല്ലൂർ മലയടിവാരത്തേക്ക് ചെന്ന് വലിയ പാറക്കഷ്ണങ്ങൾ ഉരുട്ടി വളരെയധികം കഷ്ടപ്പെട്ട് മലയുടെ ഏറ്റവും മുകളിലെത്തിച്ചതിനു ശേഷം പാറയെ താഴേക്ക് ഉരുട്ടിവിട്ട് കൈകൊട്ടി ചിരിച്ച് അട്ടഹസിച്ചിരുന്നു. മനുഷ്യൻ്റെ ഉയർച്ച താഴ്ചകളെയാണ് ഇതിലൂടെ നാറാണത്ത് ഭ്രാന്തൻ തുറന്നു കാട്ടിയതെന്നും പറയുന്നു. ഇത് തൻ്റെ ദിനചര്യയാക്കിയ നാറാണത്ത് ഭ്രാന്തന് ഒരു തുലാം 1 മലമുകളിൽ വെച്ച് ദുർഗാദേവി ദർശനം നൽകി ഭൂമിക്കടിയിലേക്ക് അപ്രത്യക്ഷമായെന്നാണ് വിശ്വാസം. ദേവിയുടെ കാൽപ്പാടുകൾ ദൃശ്യമായ സ്ഥലത്ത് നാറാണത്ത് ഭ്രാന്തൻ തുടർന്ന് ആരാധിച്ചു പോന്നുവെന്നുമാണ് സങ്കല്പം. പിന്നീട് ആമയൂർ മന നാരായണത്ത് മംഗലത്തുകാർ മലയ്ക്ക് മുകളിൽ ക്ഷേത്രം നിർമ്മിച്ച് ആരാധന നടത്തി വരികയാണ്. ദേവിയുടെ കാൽപ്പാടുകൾ എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്ത് വാൽക്കണ്ണാടി വച്ചാണ് ഇവിടുത്തെ പൂജ. നാരായണത്ത് ഭ്രാന്തൻ ശ്രീ ദ്വാദശാക്ഷരി ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. രായിരനെല്ലൂർ മലയിലോ തുലാമാസം 1-ാം തീയതി മലകയറ്റം എന്ന് പറഞ്ഞാൽ നാരായണത്ത് ഭ്രാന്തന് ദേവി ദർശനം കിട്ടിയ ദിവസമാണ്. അതാണ് ഇവിടുത്തെ പ്രാധാന്യം. പിന്നെ ഇവിടെ എല്ലാ ദിവസവും പൂജ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പൂജ ഉണ്ട്. പ്രത്യേക വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ സന്തതി ഇല്ലാത്തതിന് കിണ്ടി കൗത്തലും ഓടം കൗത്തലും, അതുപോലെ തന്നെ കാര്യസാധ്യങ്ങൾക്കായിട്ട് മലർപ്പറ, പിന്നെ സാധാരണ അമ്പലങ്ങളിലുള്ള എല്ലാ വഴിപാടുകളും. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ആൾക്കാർ വരലുണ്ട്. സാധാരണ തന്നെ വരലുണ്ട്. ഒരു മുൻകൂട്ടി ഫോൺ ചെയ്ത് പറഞ്ഞ് വരലുണ്ട്. മലയുടെ തെക്ക് വശത്തുള്ള ഊടുവഴികളിലൂടെയും പടിഞ്ഞാറ് വശത്തുള്ള പടികളിലൂടെയും കയറിയെത്തുന്ന ഭക്തർ നാരായണത്ത് ഭ്രാന്തൻ്റെ പടുകൂറ്റൻ പ്രതിരൂപത്തെ തൊഴുത് വലം വച്ച് ക്ഷേത്ര ദർശനം നടത്തിയാണ് മടങ്ങിയത്. അഭീഷ്ടകാര്യസിദ്ധിക്കും ആരോഗ്യത്തിനും മല കയറുന്നത് അത്യുത്തമമാണെന്നാണ് വിശ്വാസം. ഞാൻ കുറേ വർഷങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നു. 5-6 വർഷം സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നു. ഞങ്ങളൊരു 4-5 പേരാണ് സ്ഥിരം വന്നിരുന്ന ആൾക്കാർ. പിന്നെ ഇത് ഞാൻ അവിടെ പോയി എല്ലാവരോടും അഭിപ്രായമൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു കാണുന്നൊരാഗ്രഹം വന്നു. അപ്പോഴേക്കും കൊറോണ വന്നു. കൊറോണയിൽ ഞങ്ങൾക്ക് കുറച്ച് വരാൻ പറ്റില്ല, അങ്ങനെ ഡിലേ ആയിപ്പോയി. പിന്നെ ഈ വർഷം ഞങ്ങളൊരു 25 ആളായിട്ട് വന്നു. എല്ലാവർക്കും നല്ലത്, നമ്മൾ വിചാരിച്ച കാര്യം ഇവിടെ ഒന്ന് സാധിക്കുന്നതാണ് ഏറ്റവും വലിയ അനുഭവം. പക്ഷേ ഈ മല കയറുക എന്ന് പറഞ്ഞാൽ നല്ലൊരു അനുഭവമാണ്. എന്താ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കയറാൻ വയ്യാത്തവര് നമുക്ക് ദൈവം അവിടെ എത്തിച്ചു തരുന്നുണ്ട്. പിന്നെ ഓരോ വർഷം തോറും ഇതിൻ്റെ മഹാത്മ്യം ജനങ്ങളിൽ എത്തുന്നേ ഉള്ളൂ. ജനങ്ങൾ നിറയെ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെക്കാട്ടിയും ആണ് ഈ വർഷം. പിന്നെ ഇങ്ങനെ കമ്പികളുടെ ഉള്ളിൽ കൂടെ അങ്ങനെയൊന്നും അല്ല പോയി, നമ്മൾ ഡയറക്റ്റ് പോയി തൊഴുകയായിരുന്നു. ഇപ്പം നിറയെ തിരക്കായി, നല്ല സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു എന്തായാലും ഇവിടെ പരമാവധി ഞാൻ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എത്താറുണ്ട്. നിറയെ ആൾക്കാർ വന്നു, നല്ല ജനപ്രവാഹമാണ്. ഓരോ വർഷം തോറും ജനങ്ങൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഹാപ്പിയാണ്. ഞങ്ങൾ 10-20 ആളും ഞങ്ങൾ നല്ല ഹാപ്പിയിൽ വന്നു. മാസം 1-ാം തീയതി കൊടുത്തിട്ടുള്ള പാട്ടായിട്ട് വരും. 2 പ്രാവശ്യം വരും. ഇവിടെ നടുക്കോട്ട് വരും. കൈപ്പളം നടുക്കോട്ട് വരും. ചരിത്രങ്ങളൊന്നും അറിയില്ല. ഇല്ല. ഒറ്റയ്ക്കാണ് വരവ്.
ഞാൻ എല്ലാ കൊല്ലം വരവില്ല. എങ്ങനെയുണ്ട് ഇപ്പോൾ കയറാനുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും? അത് ബുദ്ധിമുട്ടൊന്നുമില്ല. സ്ഥിരം കയറുന്ന ഞാൻ ഒതുക്കിനല്ല കാരണം ഞാൻ ഇപ്പോൾ ഈ റോഡ് കെട്ടിയപ്പോഴേ ഈ റോഡ് കൂടെ വരവും. ഒതുക്കിന് വരവില്ല, ഒതുക്കിന് കയറാൻ കഴിയില്ല. പണ്ടത്തെ അപേക്ഷിച്ചിട്ട് സൗകര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? സൗകര്യം കൂടിയാണ്. എങ്ങനെയുണ്ട്? നല്ല ആദ്യമായിട്ടാണോ വരുന്നത്? അല്ല, മുമ്പ് വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് തോന്നുന്നു അങ്ങനെ കയറി വന്ന മേലൊന്ന് ദർശനം നടത്തി പോകുമ്പോ? ഒറ്റക്കാണോ വന്നേ? എല്ലാരും ഉണ്ടല്ലേ? അപ്പൊ എവിടുന്നാ വരുന്നത് നിങ്ങള്? ഇവിടെ അടുത്തുനിന്നാണ്. സ്ഥിരം വരുന്ന ആൾക്കാരായിരിക്കും നിങ്ങളൊക്കെ? ഇല്ല, ഞങ്ങൾ കുറച്ച് ഇപ്പൊ ഒരു 2-3 വർഷമായി വന്നിട്ട്. അപ്പൊ കുട്ടികളൊക്കെ ആയി, കുട്ടികളൊക്കെ എല്ലാവർക്കും ഒന്ന് ഇവിടുന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് വന്നതാണ്. അപ്പൊ എങ്ങനെയുണ്ട് പഴയ അപേക്ഷിച്ചിട്ടുള്ളൊരു? നല്ല തിരക്കാണ്, ജനങ്ങളെ തിരക്കാണ്. പക്ഷെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉഷാറാണ്. പണ്ടത്തെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സന്നദ്ധ സംഘടനകളാണെങ്കിലും പോലീസ് എല്ലാ ഉദ്യോഗസ്ഥന്മാരും നല്ല വൃത്തിയിൽ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഉഷാറാണ്. എല്ലാ കൊല്ലം മഴ കയറാറുണ്ട്. അപ്പൊ എന്ത് തോന്നുന്നു കയറി വരുമ്പോ? നല്ല രസമുണ്ട്, നല്ലൊരു അനുഭവം തോന്നുന്നുണ്ട്. നല്ല കോടൊക്കെ ഇറങ്ങിയിട്ട് നല്ല രസമുണ്ട്. നല്ല രസമുണ്ടല്ലേ? അപ്പൊ നിങ്ങള് ഒറ്റക്കാണ് വന്നേ രണ്ടുപേരും? ഞങ്ങള് ചെക്കന്മാരെല്ലാരും ഒറ്റയ്ക്കാണ്. അങ്ങനെയല്ലേ? അപ്പൊ സ്കൂളിലൊക്കെ എങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ദൂരെ നിന്നൊക്കെ വരാറുണ്ടോ? അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എല്ലാ വർഷത്തെ പോലെ നല്ല എക്സ്പീരിയൻസ് ആണ്. സാധാരണ ഞങ്ങൾ ആഴ്ചയിലൊക്കെ പിന്നെ ഈ മല കയറാറുണ്ട്. പിന്നെ എല്ലാ വർഷവും തുലാവുന്നതിന് മറ്റു ജനങ്ങൾ കയറുമ്പോൾ അവരുടെ കൂടെയും സാധാരണയായിട്ട് കയറാറുണ്ട് മല. അപ്പോൾ സാധാരണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും ചെറിയൊരു മഴച്ചാറിലൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ജനങ്ങളുടെ ഒരു പിന്നെ കുറവുണ്ടാവാറുണ്ട് രാവിലെ. പിന്നെ ഇന്നലെ രാത്രി മഴ പെയ്തുകൊണ്ടാണെന്ന് അറിയില്ല, മഴ കുറവുള്ളതുകൊണ്ട് പിന്നെ പ്രതിമയുടെ ഭാഗത്ത് പിന്നെ ഭയങ്കര തിരക്കുണ്ട്. പിന്നെ സാധാരണ എല്ലാ വർഷങ്ങളിലുള്ള അത്ര ഒരു അഭൂതപൂർവമായിട്ടുള്ള ഒരു തിരക്ക് ഈ വർഷം കാണാനില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇടയിലിടയിൽ ഒന്ന് പോകുന്നതാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യം സ്ഥിരമായിട്ട് സ്കൂളിൽ വർക്കൗട്ട് ചെയ്യുന്ന ടീമായോടെയാണ് ഇവിടെ വന്നിട്ട് പോകുന്നത്. ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭയങ്കര സൗകര്യം. സ്റ്റെപ്പുകളൊക്കെ ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്തു. പിന്നെ പോലീസുകാരാണെങ്കിലും വളണ്ടിയേഴ്സ് ആണെന്നുണ്ടെങ്കിലും നല്ല സഹകരണമാണ്. പിന്നെ നീറ്റ് ആക്കിയിട്ടുണ്ട്. ഏറെക്കുറെ അവരെ കൊണ്ട് പറ്റുന്ന പോലെ നീറ്റ് ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ വരുമ്പോഴൊന്നും ആദ്യ സമയങ്ങളിലൊന്നും ഇങ്ങനെ ക്ലീൻ ആയി വരില്ല. അപ്പൊ നല്ല നീറ്റ് ആയിട്ടുണ്ട്. തിരക്കൊക്കെ നന്നായിട്ട് നിയന്ത്രിക്കുന്നുണ്ട്. വണ്ടികളൊക്കെ നന്നായിട്ട് പാർക്കിംഗ് ഒക്കെ ചെയ്യുന്നതുകൊണ്ടേ പിന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല. വിശ്വാസികൾക്ക് കുടിവെള്ളം ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും മലയിൽ ഒരുക്കിയിരുന്നു. ആരോഗ്യവകുപ്പിൻ്റെ സേവനവും ഉണ്ടായി. ക്രമസമാധാന പാലനത്തിനായി പോലീസും അഗ്നിശമന സേനയും എല്ലാ സംവിധാനവും ചെയ്തിരുന്നു. മല കയറിയിറങ്ങിയ ഭക്തർ നാരായണത്ത് ഭ്രാന്തൻ തപസ്സനുഷ്ഠിച്ചു എന്ന് പറയപ്പെടുന്ന കൈപ്പുറം ഭ്രാന്താചലം ക്ഷേത്രത്തിലും ദർശനം നടത്തിയാണ് മടങ്ങിയത്. നാരായണത്ത് ഭ്രാന്തനെ ബന്ധിച്ചതെന്ന് പറയുന്ന കാഞ്ഞിരമരവും ചങ്ങലക്കണ്ണികളും മുനിയറകളും ഐതിഹ്യപ്പെരുമയുടെ നേർക്കാഴ്ചകളായി ഇന്നും ഇവിടെ നിലകൊള്ളുന്നു. ന്യൂസ് ബ്യൂറോ, ചെർപ്പളശ്ശേരി. ഇത്തവണയും രായിരനെല്ലൂർ മലയിൽ ശുചീകരണ പ്രവർത്തനങ്ങളുമായി പട്ടാമ്പിക്കാരനായ ഇടിയത്ത് മോഹൻദാസ് ഉണ്ടായിരുന്നു. നിരവധി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മോഹൻദാസ് ഇടിയത്ത് വനമിത്ര അവാർഡ് ജേതാവ് കൂടിയാണ്. ഉത്സവപ്പറമ്പുകളിലും കലോത്സവ വേദികളിലുമെല്ലാം മോഹൻദാസ് ഇത്തരത്തിൽ സ്വയം സന്നദ്ധനായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. എനിക്ക് വളരെയധികം സംതൃപ്തിയുള്ളൊരു സമയമാണ്. ഈ മലയാള മാസം 1 വേണ്ടി ഞാൻ കാത്തിരിക്കും. എനിക്ക് മാത്രമല്ല, ഈ വരുന്നവർക്കൊരു പ്രയോജനമാകുന്ന വിധത്തിൽ ശുചീകരണ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. അതിനെന്ത് സംഘാടകരുടെ ഭാഗത്തു നിന്ന് വളരെയധികം എനിക്ക് പ്രോത്സാഹനം നൽകാറുണ്ട്. പട്ടാമ്പിയിലെയും പരിസരത്തെയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരും ഷൊർണൂർ DYSP മറ്റെല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു വലിയൊരു മേളയിൽ അല്ലെങ്കിൽ ഈ ഒരു ഭക്തിസാന്ദ്രമായ ഈ അന്തരീക്ഷത്തിൽ ഈ ശുചീകരണ പ്രവർത്തനം ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമാണ്. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ചാനൽ സുഹൃത്തുക്കളോടും പത്രദൃശ്യ മാധ്യമങ്ങളോടും എനിക്ക് നന്ദി പ്രകാശിപ്പിക്കാനുണ്ട്. ഇടവേള. വാർത്തകൾ തുടരുന്നു. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചിനോടനുബന്ധിച്ച് മണ്ണാർക്കാട് താലൂക്ക് കേന്ദ്രത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം കൃഷ്ണനുണ്ണി ഉദ്ഘാടനം ചെയ്തു. 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അവസാനിപ്പിക്കുക,
PFRDA നിയമം പിൻവലിക്കുക, കേരളത്തെ തറക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾ അവസാനിപ്പിക്കുക, വിദ്യാഭ്യാസ സർവീസ് മേഖല സുരക്ഷിതമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മണ്ണാർക്കാട് ട്രഷറിക്ക് സമീപം മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം കൃഷ്ണൻ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. ഈ 54 ദിവസം പണിമുടക്ക് നടത്തിയെങ്കിലും നമ്മളെല്ലാം തന്നെ കഴിഞ്ഞ EP ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം തന്നെ ഇവിടെ ജീവനക്കാർക്കിടയിൽ വിശദീകരിച്ചതാണ്. ഒരു ആനുകൂല്യവും നേടാതെ തല താഴ്ത്തിക്കൊണ്ട് വലിയ രീതിയിൽ നിരാശയിൽ നിന്നിരുന്ന ജീവനക്കാരോട് അന്ന് സമരത്തിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട നമ്മുടെ മുൻകാല നേതാവ് EP, നമ്മളെല്ലാം EP എന്ന് വിളിക്കുന്ന ഈ പത്മനാഭൻ പറഞ്ഞത് നിങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങൾ മുറിവേറ്റ സിംഹക്കുട്ടികളാണ്. നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ കരിങ്കാലികൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആഫീസിലേക്ക് പോകണം. അവരെ കാണുമ്പോൾ, നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ആനുകൂല്യത്തിന് വേണ്ടി സമരം ചെയ്യാതെ കരിങ്കാലി പണിയെടുത്ത് ഈ സമരത്തെ ഒറ്റുകൊടുത്ത ജീവനക്കാർ തല താഴ്ത്തും. നിങ്ങൾ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ആഫീസിലേക്ക് കയറണം. ആളിക്കത്തുന്നതും അമർന്നു കത്തുന്നതും തീയാണ്. ആ അമർന്നു കത്തിയ തീയാണ് പിന്നീട് ഭരണമാറ്റങ്ങളിലേക്കും മുന്നണി മാറ്റങ്ങളിലേക്കും എല്ലാം മാറിക്കൊണ്ട് ഇന്ന് നമ്മളിപ്പോൾ ശമ്പള പരിഷ്കരണ ആനുകൂല്യങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ അവകാശമായി ഉന്നയിക്കുമ്പോൾ ആ അവകാശമായി ഉന്നയിക്കാൻ ഈ പറഞ്ഞ രീതിയിൽ നേതൃത്വപരമായ പങ്കുണ്ടായിരുന്നത് 1973 പണിമുടക്കാണ്. ജീവനക്കാർക്ക് ഓർമ്മ വേണം. ആ പണിമുടക്ക് നടത്തി 54 ദിവസത്തെ പണിമുടക്ക് നടത്തിയാണ് നമ്മൾ ഇന്ന് കാണുന്ന 5 വർഷ തത്വം ഉറപ്പിച്ചത്. ആ രീതിയിലേക്ക് 73-ൽ 54 ദിവസം പണിമുടക്ക് നടത്തേണ്ടി വന്നു. പിന്നീട് 73 കഴിഞ്ഞാൽ 1/3/83-ൽ ഈ പറഞ്ഞ രീതിയിൽ കരുണാകരനാണ് കേരളം ഭരിക്കുന്നത്. വലിയ രീതിയിൽ ജീവനക്കാരുടെ പ്രക്ഷോഭങ്ങൾ വന്നു. 84-ലും 85-ലും അനിശ്ചിതകാല പണിമുടക്ക് നടത്തേണ്ടി വന്നു. ഫെസ്റ്റോ താലൂക്ക് പ്രസിഡന്റ് ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് സെക്രട്ടറി DP സന്ദീപ്, യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C മുഹമ്മദ് റഷീദ്, KSTA ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മണികണ്ഠൻ, ഇന്ദിരാദേവി എന്നിവർ പ്രസംഗിച്ചു. പെരിന്തൽമണ്ണ ചേലാമലയിലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മലപ്പുറം കേന്ദ്രത്തിൽ സർ സയ്യിദ് ഡേ ആഘോഷിച്ചു. ഒരു ജനതയുടെ വിദ്യാഭ്യാസ സാംസ്കാരിക പുരോഗതിക്ക് അടിത്തറ പാകിയ സർ സയ്യിദ് അഹമ്മദ് ഖാനെ ഓർമ്മപ്പെടുത്തി വിശിഷ്ട വ്യക്തികളും വിദ്യാർത്ഥികളും സംസാരിച്ചു. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതിലൂടെ ഒരു ജനതയെ വിദ്യാഭ്യാസ നവോത്ഥാന പുരോഗതിയിലേക്ക് നയിച്ച ചരിത്ര പുരുഷൻ സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ ഓർമ്മകൾ ചേലാമലയിലെ അലിഗഡ് കേന്ദ്രത്തിൽ നടന്ന സർ സയ്യിദ് ദിനാചരണത്തിൽ നിറഞ്ഞു നിന്നു. 208-ാം ചരമവാർഷിക ദിനത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക രംഗത്ത് രാജ്യത്തിനു വേണ്ടി സർ സയ്യിദ് അഹമ്മദ് ഖാൻ നൽകിയ സംഭാവനകൾ സർ സയ്യിദ് ഡേ ദിനാഘോഷ പരിപാടിയിൽ സംസാരിച്ചവർ ഓർമ്മപ്പെടുത്തി. മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ PA ഫസൽ ഗഫൂർ മുഖ്യാതിഥിയായിരുന്നു. അലിഗഡ് മലപ്പുറം കേന്ദ്രത്തിന്റെ വികസന പോരായ്മകളും സർ സയ്യിദ് ദിനാചരണത്തിൽ ചർച്ചയായി. Which was initiated by the central government through the HR Commission report, through the local committees which were set up at that time. So I already told you that I want to speak for 20 minutes. So 20 minutes is exactly over. And I didn't mean anything about the government or anything. I was just telling the situations of what is happening. ഡോക്ടർ VU സിദി, ഡോക്ടർ ഫെബീന S, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ കേരളയുടെ പ്രസിഡന്റ് ക്യാപ്റ്റൻ അബ്ദുൽ ഹമീദ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. സെന്റർ ഡയറക്ടർ പ്രൊഫസർ M ഷാഹുൽ ഹമീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സർ സയ്യിദ് ഡേ സെലിബ്രേഷൻ ജനറൽ കൺവീനർ ഡോക്ടർ ബ്ലസീദ കമറുദ്ദീൻ, സെന്റർ ഫാക്കൽറ്റി അംഗങ്ങളായ ഡോക്ടർ ഷാനവാസ് അഹമ്മദ് മാലിക്, ജിജോ ജോർജ്, നസീമ PK, ഡോക്ടർ നജമുദ്ദീൻ T, വിദ്യാർത്ഥികളായ ഗുലാം അഷ്റഫ് താക്കൂർ, സിദ്ര ഫാത്തിമ, മുഹമ്മദ് ഹംസ, മറിയ അഫ്രീദി, നിഷാന AP തുടങ്ങിയവരും സ്റ്റാഫ് അംഗങ്ങളായ മുഹമ്മദ് അസം ഖാൻ, മുഹമ്മദ് ഫൈസൽ, അമീൻ KT എന്നിവരും സംസാരിച്ചു. And in the times of darkness, he lit a candle of reasons and progress. He looked at his community and saw not despair but untapped potential. His dream was to build more than just a university. സത്യത്തിന്റെ ആശയങ്ങൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. പിൽക്കാലത്ത് ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ എടുത്തു പറഞ്ഞിരുന്നു. യുക്തി, ആധുനികത, ശാസ്ത്രം, തത്വം എന്നീ മേഖലകളിൽ ഊന്നിയ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ അറിവിന്റെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്തി. സർ സയ്യിദ് ദിനാചരണത്തിന് മുന്നോടിയായി വിദ്യാർത്ഥികളുടെ സൃഷ്ടിപരതയും കലാസാംസ്കാരിക പങ്കാളിത്തവും വളർത്തുന്നതിന് ഒക്ടോബർ 7 മുതൽ 16 വരെ വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ആഘോഷങ്ങളുടെ ഭാഗമായി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഹാരിസ് സംവിധാനം ചെയ്ത
ഹ്രസ്വചിത്രവും പ്രദർശിപ്പിച്ചു. ഡ്രാമ ക്ലബ്ബ് ജിഹാദ് എ മുസൽസൽ എന്ന നാടകവും അവതരിപ്പിച്ചു. യൂത്ത് ലീഗ് താഴേക്കോട് പഞ്ചായത്ത് കമ്മിറ്റി സമ്മേളനം ഈ മാസം 19-ാം തീയതി മുതൽ 31-ാം തീയതി വരെ വിപുലമായ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 19-ാം തീയതി യുവജന മഹാറാലിക്ക് ശേഷം സൂഫി മ്യൂസിക് നൈറ്റും അരങ്ങേറും. അനീതിയുടെ കാലത്തിന് യുവതയുടെ തിരുത്ത് എന്ന പ്രമേയത്തിൽ യൂത്ത് ലീഗ് സംസ്ഥാന വ്യാപകമായി നടത്തിയ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വിജയകരമായി പൂർത്തീകരിച്ചതിന് ശേഷമാണ് താഴേക്കോട് പഞ്ചായത്ത് കമ്മിറ്റി ഈ മാസം 19-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വിവിധ പരിപാടികളോടെ പഞ്ചായത്ത് കമ്മിറ്റി സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ജനശ്രദ്ധ ആകർഷിക്കും വിധത്തിലുള്ള വിവിധ പരിപാടികളാണ് ഓരോ ദിവസവും ഉണ്ടാവുക എന്ന് യൂത്ത് ലീഗ് താഴേക്കോട് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സാലിഹ് അമ്മനിക്കാട് പറഞ്ഞു. സമ്മേളനത്തിൽ വലിയ ജനശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിക്കുന്നത്. യുവജന റാലിയിൽ നല്ല പങ്കാളിത്തം ഉണ്ടാകും. അതുപോലെ തന്നെ സമാപന സമ്മേളനവും വലിയ ഒരു മഹാസമ്മേളനമായിട്ട് നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ്. അതിനുശേഷം സൂഫി നൈറ്റ്, പ്രഗത്ഭ സൂഫി സംഗീതജ്ഞൻ സമീർ ബിൻസിയും അക്ബറും ഒക്കെ സംബന്ധിക്കുന്ന വലിയ ഒരു പ്രോഗ്രാമാണ് താഴേക്കോട് പള്ളിപ്പടിയിൽ വെച്ച് നടക്കാൻ പോകുന്നത്. പ്രതിനിധി സമ്മേളനം, ഭാഷാ സമര ഓർമ്മകൾ, വനിതാ സംഗമം തുടങ്ങിയ പരിപാടികൾ സമ്മേളനത്തിൻ്റെ ഭാഗമായി വിവിധ ഇടങ്ങളിലായി നടക്കും. 19-ാം തീയതി യുവജന മഹാറാലിക്ക് ശേഷം നടക്കുന്ന പൊതുസമ്മേളനം പാണക്കാട് മുനവർലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഷിബു മീരാൻ, നജീബ് കാന്തപുരം MLA, നാലകത്ത് സൂപ്പി തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് യൂത്ത് ലീഗ് താഴേക്കോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നിഷാദ് കുറ്റിപ്പുള്ളി പറഞ്ഞു. പല പരിപാടികളും നടന്നു വരികയാണ്. നാളെ രാവിലെ 9 മണിക്ക് താഴേക്കോട് മുസ്ലിം ലീഗ് ഓഫീസ് പരിസരത്ത് പതാക ഉയർത്തുന്നതോടുകൂടി പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സമ്മേളനങ്ങൾക്ക് തുടക്കമാവും. പിന്നെ നമ്മുടെ യുവജന റാലി തുടങ്ങുന്നത് അരക്കുപറമ്പ് വില്ലേജിലെ മുതുക്കുംപുറത്ത് നിന്ന് വൈകുന്നേരം 4 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് നമ്മുടെ റാലി താഴേക്കോട് ടൗൺ പരിസരത്താണ് സമാപിക്കുന്നത്. അതിനുശേഷം നമ്മുടെ പൊതുസമ്മേളനം ആരംഭിക്കും. പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങളാണ്. അതിൽ മുഖ്യ പ്രഭാഷണം നടക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ കേന്ദ്ര നേതാവ് കൂടിയായിട്ടുള്ള ഷിബു മീരാൻ അവറുകളാണ്. അതുപോലെ തന്നെ നജീബ് കാന്തപുരം MLA, സൂഫി സാഹിബ് അടക്കമുള്ള മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും MSFൻ്റെയും നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഒരു ഇശൽ നൈറ്റ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ 31 വരെയുള്ള കാലയളവുകളിൽ നമ്മുടെ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അമ്മിനിക്കാടാണെങ്കിൽ നമ്മുടെ ഭാഷാ അനുസ്മരണങ്ങളും അതുപോലെ തന്നെ പുത്തൂർ അരക്കുറമ്പ് ഭാഗങ്ങളിൽ നമ്മുടെ വനിതാ സംഗമവും യുവജന സംഗമവും ഒക്കെ നടക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പ്രതിനിധി സമ്മേളനവും അതിനുശേഷം നമ്മൾ കൗൺസിൽ നടത്തിക്കൊണ്ട് പുതിയ കമ്മിറ്റി നമ്മൾ പ്രഖ്യാപിക്കുന്നതായിരിക്കും. പൊതുസമ്മേളനത്തിന് ശേഷം രാത്രി 8 മണിക്കാണ് സൂഫി മ്യൂസിക് നൈറ്റ് താഴേക്കോട് നടക്കുക. യൂത്ത് ലീഗ് താഴേക്കോട് പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഉബൈദ് ആക്കാടൻ, ട്രഷറർ അൻഷാദ് മുതിരമണ്ണ, MSF ജില്ലാ സെക്രട്ടറി PT മുറത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കർഷക ഗ്രാമസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ഗ്രാമസഭ K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അതിൻ്റെ 70ഓളം വരുന്ന സ്റ്റാളുകൾ, കൃഷി വകുപ്പ്, വ്യവസായ വകുപ്പ്, ക്ഷീരവികസന വകുപ്പ്, ടൂറിസം വകുപ്പ് തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ ഏതാണ്ട് 70ഓളം വരുന്ന വകുപ്പുകളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയുമായിട്ടുള്ള സ്റ്റാളുകൾ, കുടുംബശ്രീയുടെ ഫുഡ് കോർട്ട് ഉൾപ്പെടെ അത് പുഷ്പ കൃഷിയുടെ സാധ്യതകളെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തുന്ന അത്തരം ആ സ്റ്റാളിൻ്റെ ഉദ്ഘാടനം നടക്കും. പരിപാടികളുടെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി ശ്രീ P പ്രസാദ് രാവിലെ 10 മണിക്ക് 24-ന് രാവിലെ 10 മണിക്ക് നിർവഹിക്കും. തുടർന്ന് സെമിനാറുകളുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ യുവ കർഷകരുടെ സംഗമം, 40 വയസ്സിന് താഴെയുള്ള കർഷകരുടെ സംഗമം നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. വൈകിട്ട് 5 മണി വരെ സെമിനാർ, അതിനുശേഷം 5:30 മണി മുതൽ സാംസ്കാരിക പരിപാടികൾ. പിറ്റേ ദിവസം കുഞ്ചനമ്പ്യാർ സ്മാരകത്തിലെ കലാകാരന്മാരും കലാകാരികളും പങ്കെടുക്കുന്ന ഓട്ടംതുള്ളലും മോഹിനിയാട്ടവും മറ്റ് കുടുംബശ്രീയുടെ നൃത്തനൃത്യങ്ങളും ഉൾപ്പെടെ 24-ന് വൈകിട്ട് പരിപാടികളാണ്. 25-ന് രാവിലെയും 2 സെമിനാറുണ്ട്. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കൂർ സെഷൻ പഞ്ചായത്തുകൾക്കായിട്ട് നീക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഗ്രാമസഭയിൽ പങ്കെടുക്കുന്ന അഥവാ ഈ ഗ്രാമസഭയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം. കാർഷികോത്സവത്തിൽ അവതരിപ്പിക്കാനായി ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനുള്ള ചർച്ച നടന്നു. പാടശേഖര സമിതികൾ, ക്ഷീര മത്സ്യ കർഷകർ, മറ്റ് കർഷകർ എന്നിവർ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ചു.
മണ്ണ് ജലസംരക്ഷണങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ വിപുലമായി നടപ്പിലാക്കുക, യന്ത്രവൽക്കരണം കാർഷിക മേഖലയിൽ പ്രോത്സാഹിപ്പിക്കുക, നൂതന കാർഷിക രീതികളെ കർഷകർക്ക് പരിചയപ്പെടുത്താൻ ട്രെയിനുകൾ സംഘടിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉയർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ, സി ഹരിദാസൻ, കെ സുമതി, എം ഗിരിജ, സി ലീല, എം കെ പ്രദീപ്, കൃഷി ഓഫീസർ നിമിത എന്നിവർ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്കായി മെൻസ്ട്രൽ കപ്പ് വിതരണവും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം ചെയ്തു. വനിതകൾക്കിടയിൽ ആർത്തവ ശുചിത്വ പരിപാലനം പ്രധാന പ്രശ്നമായി ഏറ്റെടുത്തുകൊണ്ടാണ് ആദ്യഘട്ടമെന്ന നിലയിൽ 160 വനിതകൾക്ക് പഞ്ചായത്ത് മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്തത്. മാനസിക സമ്മർദ്ദമില്ലാത്ത ആർത്തവ കാലവും ഈ കാലയളവിലെ ശുചിത്വ പ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ ആരോഗ്യ ക്ലാസും സംഘടിപ്പിച്ചു. അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. കാരണം നമ്മളെല്ലാം ഹൈടെക് യുഗത്തിലാണ് ജീവിക്കുന്നത്. എല്ലാ പ്രവർത്തികളിലും നമ്മൾ ഹൈടെക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആർത്തവ ശുചിത്വത്തിന്റെ ഭാഗമായിട്ടും നമ്മുടെ ആരോഗ്യപരമായ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് മെൻസ്ട്രൽ കപ്പ് നമ്മൾ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. കാരണം 2 കാര്യങ്ങളാണ് ഇപ്പോൾ സ്വാഗതം പറഞ്ഞു നിങ്ങൾ പറഞ്ഞു. ഒന്നാമത് നമ്മുടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇത് ഡിസ്പോസ് ചെയ്യാൻ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഈ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് 10 കൊല്ലം ഗ്യാരണ്ടിയുള്ള കപ്പുകളാണ് വിതരണം ചെയ്യുന്നത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സുമതി അധ്യക്ഷയായി. മെമ്പർമാരായ എം ഗിരിജ, കെ ലിനി, സി ലീല, എസ് രാജശ്രീ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ യഹിയ ബാബു, JPHN ഷാജി എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ദിവ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി. അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഗുണഭോക്തൃ പങ്കാളിത്തത്തോടെ പദ്ധതി വിപുലപ്പെടുത്തുന്നതിനാണ് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. പൂക്കോട്ടുകാവ് ഞാറ്റുവേല സാംസ്കാരിക സമിതി പരിയാനംപറ്റയിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. പ്രശസ്ത സാഹിത്യകാരൻ KPS പയ്യനടം ഉദ്ഘാടനം ചെയ്തു. പരിയാനംപറ്റ PCN സ്മാരക വായനശാലയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ദേവഗംഗയുടെ കവിതാലാപനത്തോടെയാണ് പരിപാടി തുടങ്ങിയത്. ഞാറ്റുവേലയുടെ കാവ്യാലാപന പരിപാടിയിൽ സജീവ സാന്നിധ്യമായ മാധവിക്കുട്ടി കുട്ടാട്ടിന് KPS പയ്യനടം ഉപഹാരം നൽകി. അനാമികയുടെ കവിതാവതരണവും ഉണ്ടായി. ഹരിശങ്കർ മുന്നോർക്കോട് അധ്യക്ഷനായി. വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത മഞ്ജുഷ, ജിഷ രവി, നിർമ്മല PK, ആശ S, വിനയലക്ഷ്മി, പ്രവീണ, മാധവിക്കുട്ടി കുട്ടാട്ട്, മാധവിക്കുട്ടി തിരുവാഴിയോട്, ശശികല കുറ്റാനശ്ശേരി, മേഴ്സി ഷാജു, ദേവഗംഗ, ഗോപാലകൃഷ്ണൻ എന്നിവർക്ക് പുരസ്കാരങ്ങൾ നൽകി. ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം PP മണികണ്ഠൻ, എഴുത്തുകാരൻ മണികണ്ഠൻ പട്ടിശ്ശേരി, വായനശാല പ്രവർത്തകരായ ജാനു, പത്മാവതി, പ്രകാശ് എന്നിവർ സംസാരിച്ചു. ചിത്രം വരയ്ക്കുന്ന ഒരു കുട്ടിയുടെ ചിത്രം ഇവിടെ കാണുകയുണ്ട്. ഓണപ്പതിപ്പിൽ കണ്ടു ഇവിടെയും അവൾ വരച്ച ചിത്രം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടുന്ന സമാന്തരമായ കലാ സാംസ്കാരിക പ്രവർത്തനം നടത്തുക എന്നതാണ് ഒരു വായനശാല നിർവഹിക്കേണ്ട ജോലി എന്നുള്ളത്. കാരണം വായന എന്നുള്ളത് ഇപ്പൊ ഞാൻ വായിക്കുന്നു, ഞാൻ ലൈബ്രറിയിൽ വന്ന് വായിക്കുന്നു, വായന തന്നെ നിശബ്ദമായിട്ടാണ്. നിശബ്ദ വായനയാണ് എല്ലാവരും പറയാൻ, ഒച്ചയെടുത്ത് വായിക്കാൻ പാടില്ലല്ലോ. അപ്പൊ ഞാൻ നിശബ്ദമായിട്ട് വായിക്കുന്നു, ഞാൻ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, ഞാൻ എൻ്റെ വീട്ടിൽ പോകും, അങ്ങനെ വേറെ ആൾ വന്ന് വായിക്കുന്നു. അങ്ങനെ വായന ഒരു സ്വകാര്യതയിലേക്ക് ചുരുങ്ങിപ്പോവുകയാണ് പലപ്പോഴും ചെയ്യണം. പക്ഷെ വായന ഒരു സ്വകാര്യമായ കാര്യമല്ല. വായന ഒരു ജനകീയമായ ജനാധിപത്യപരമായ ഒരു പ്രക്രിയ ആവേണ്ടതുണ്ട്. ഞാൻ വായിച്ചത്, ഞാൻ നേടിയത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കപ്പെടണം. തുവൂർ പഞ്ചായത്തിലെ പഴക്കം ചെന്ന പൊതുകുളം നവീകരിക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൂവപ്പുറത്തെ കരുവൻപൂള കുളമാണ് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച 18.57 ലക്ഷം രൂപ ചെലവിൽ നവീകരിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് CT ജസീന പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. തുവൂർ പഞ്ചായത്തിലെ തന്നെ 100-ലധികം വർഷം പഴക്കമുള്ള പൊതുകുളമാണ് കൂവപ്പുറത്തെ കരുവാൻപൂളക്കുളം. ഒരു കാലത്ത് കൂവപ്പുറത്തിൻ്റെ കാർഷിക ആവശ്യങ്ങൾക്കും പ്രദേശത്തെ 100-ലധികം കുടുംബങ്ങൾ കുളിക്കുന്നതിനും ആശ്രയിച്ചിരുന്നത് ഈ കുളമാണ്. ഏത് വേനലിലും സമൃദ്ധമായി വെള്ളം ഉണ്ടാകാറുള്ള കുളം വർഷങ്ങളായി ഉപയോഗമില്ലാതെ കിടക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള 30 സെന്റ് ഭൂമിയിലാണ് കുളമുള്ളത്. നമ്മളിന്നിവിടെ നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത കരുവാൻപുള കുളം എന്നത്. നമുക്കറിയാം, ഈ പ്രദേശത്ത് ഏറ്റവും വലിയ ജലസ്രോതസ്സാണ് ഈ കുളം. തലമുറകൾ
2-3 തലമുറകൾ ഈ കുളം ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. കുളം സംരക്ഷിക്കുന്നതിനായി തുവ്വൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 18.57 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. സംരക്ഷണ ഭിത്തി, ചുറ്റുമതിൽ, ആഴംകൂട്ടൽ തുടങ്ങി കുളത്തിൻ്റെ സമ്പൂർണ്ണ നവീകരണമാണ് പദ്ധതിയിൽ ഉൾപ്പെടുക. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT ജസീന പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. കന്നുകാലികളടക്കം കുളിപ്പിച്ചിരുന്ന ഒരു കുളമായിരുന്നു ഇത്. ഈ ഒരു കുളം സംരക്ഷിച്ചു കൊണ്ടുവന്നാൽ നമുക്കറിയാം, നമ്മളെ ചുറ്റുമുള്ള ഒരുപാട് കുട്ടികളുണ്ട്. കുട്ടികൾക്ക് നീന്തൽ പഠിപ്പിക്കുവാനും അതുപോലെ തന്നെ ഒരു ജലസ്രോതസ്സായിട്ട് തന്നെ ഭാവിയിൽ ഈ ഒരു കുളത്തെ നമുക്ക് ആക്കി മാറ്റാൻ തന്നെ കഴിയും. അപ്പോൾ ഈ ഒരു കുളത്തിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ TA ജലീൽ, K സുബൈദ, NP നിർമ്മല, അംഗം സാലിംബാപ്പുട്ടി, P കുഞ്ഞീതു, P മൊയ്തീൻ, പയ്യനാടൻ മൊയ്തീൻ, പയ്യനാടൻ മുഹമ്മദ്, പൊട്ടേങ്ങാടൻ വാപ്പു, കുട്ടിമാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തുവ്വൂർ. സാഹസിക സഞ്ചാരി സംഗ്മ കുട്ടനെയും ചലച്ചിത്ര സംവിധായകൻ മിഥുൻ മനോഹറിനെയും മണ്ണാർക്കാട് നജാത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മലയാളം ഗ്ലോബൽ വിഭാഗം ആദരിച്ചു. മലയാളം ഗ്ലോബൽ എന്റർടൈൻമെന്റ് സംഘടിപ്പിച്ച പരിപാടി KPS പയ്യനാടൻ ഉദ്ഘാടനം ചെയ്തു. ഹിമാലയൻ പാതകളുടെ കാഴ്ചകളുടെയും അനുഭവങ്ങളുടെയും വൈവിധ്യം വായനക്കാരിലേക്ക് എത്തിച്ച കുവാരി പാസ് എന്ന യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയ സാത്മാക്കുട്ടൻ എന്ന പർവ്വത സഞ്ചാരിയെയും അപ്പുവിന്റെ അമ്മ, സഖാവ് നാരായണി തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധായകൻ മിഥുൻ മനോഹറിനെയുമാണ് ചടങ്ങിൽ ആദരിച്ചത്. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് KPS പയ്യനാടൻ ഉദ്ഘാടനം ചെയ്തു. പെൺകുട്ടികൾ വിചാരിച്ചാൽ അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് സാത്മ സാക്ഷ്യപ്പെടുത്തിയതായി KPS പറഞ്ഞു. നമ്മുടെ പെൺകുട്ടികളും വിചാരിച്ചാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്ന് സാത്മ സാക്ഷ്യപ്പെടുത്തി. ഇത് വാസ്തവത്തിൽ നമ്മുടെ പെൺകുട്ടികൾക്ക് മാത്രമല്ല, ഞാൻ അവരൊരു സ്ത്രീ ആയതുകൊണ്ട് പെൺകുട്ടികൾ എന്ന് പറയുന്നതും, ആൺകുട്ടികൾ എത്ര പേര് ഇങ്ങനെയുള്ള അനിതര സാധാരണമായ പ്രവർത്തനങ്ങൾക്ക് സന്നദ്ധരാവും. നമ്മൾ പലപ്പോഴും നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ അല്പം ചില അഭ്യാസങ്ങളൊക്കെ നടത്തിയിട്ട് ഇങ്ങനെ പോവുകയാണ്. പക്ഷെ ലോകം ശ്രദ്ധിക്കുന്ന വലിയ അത്ഭുതങ്ങൾ കാണിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും. നിങ്ങളിവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് സാധിക്കും. അതിന് നിങ്ങൾക്കുള്ള മാതൃകയാണ് സാധ്യത. പ്രിൻസിപ്പൽ പ്രൊഫസർ M മുഹമ്മദ് അലി അധ്യക്ഷനായി. വൈസ് പ്രിൻസിപ്പൽ മുഹമ്മദ് അസ്ലം, ഹംസ KU, V സുധാകരൻ, സമദ് കല്ലടിക്കോട്, ജ്യോതിലക്ഷ്മി, മുഹമ്മദ് ഷാക്കിർ, മുഹലിഫ എന്നിവർ പ്രസംഗിച്ചു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ, വാണിജ്യ വാർത്തകൾ നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പ്രീമിയം ഫാമിലി ഫിറ്റ്നസ് സെന്ററായ പെരിന്തൽമണ്ണ ഫിറ്റ്നസ് ലാൻഡിന്റെ ബ്രാഞ്ച് കൊപ്പം മുളയങ്കാവിൽ തുടങ്ങി. ഏറ്റവും പുതിയ ഇമ്പോർട്ടഡ് എക്യുപ്മെന്റ്സ് സജ്ജമാക്കി പരിചയസമ്പന്നരായ സർട്ടിഫൈഡ് ട്രെയിനർമാരുടെ സേവനം ഉറപ്പുവരുത്തിയാണ് ഫിറ്റ്നസ് ലാൻഡിന്റെ പ്രവർത്തനം. കേരളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ പ്രീമിയം ഫാമിലി ഫിറ്റ്നസ് സെന്ററിന്റെ പുതിയ ബ്രാഞ്ച് മുളയങ്കാവിൽ സജ്ജമായി. ഇന്ത്യയിലെ നമ്പർ 1 ഫിറ്റ്നസ് എക്യുപ്മെന്റ്സ് ബ്രാൻഡായ ജെറായ് ഫിറ്റ്നസിന്റെ സ്ട്രെങ്ത് ട്രെയിനിങ് എക്യുപ്മെന്റ്സും തായ്വാൻ നിർമ്മിത ഇംപൾസ് ബ്രാൻഡിന്റെ കാർഡിയോ എക്യുപ്മെന്റ്സുമാണ് മുളയങ്കാവിലെ ഫിറ്റ്നസ് ലാൻഡിന്റെ പ്രത്യേകത. ആരോഗ്യവും സന്തോഷവും നിറഞ്ഞ ഫാമിലി ലൈഫ് ആഗ്രഹിക്കുന്നവർക്ക് കുടുംബത്തോടെ എത്താവുന്നൊരു കേന്ദ്രമാണ് ഫിറ്റ്നസ് ലാൻഡ്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനും ആരോഗ്യവും ശാരീരിക കായികക്ഷമത നിലനിർത്തുന്നതിനും നാം എല്ലാവരും ശീലിക്കേണ്ട വർക്കൗട്ടുകൾ
സർട്ടിഫൈഡ് അംഗീകൃത പ്രൊഫഷണൽ ട്രെയിനർമാരുടെ നേതൃത്വത്തിൽ നൽകും. ഫിറ്റ്നസ് ലാൻഡിന്റെ 4ാമത്തെ ബ്രാഞ്ചാണ് മുളയങ്കാവിൽ ആരംഭിച്ചത്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. വല്ലപ്പുഴയിലെ മുഹമ്മദ് അലി പെങ്ങോട്ടിലിന് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ആദ്യ മെമ്പർഷിപ്പ് നൽകിയാണ് ഫിറ്റ്നസ് ലാൻഡിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പ്രിയപ്പെട്ട ഫൈസൽ തുടങ്ങി വെച്ചിട്ടുള്ള ഈ ഫിറ്റ്നസ് സെൻറ്റർ, ഫിറ്റ്നസ് ലാൻഡ് നേരത്തെ പെന്തമണ്ണയിലും ഞാൻ ഉദ്ഘാടനം ചെയ്തെത്തിയിരുന്നു. ഇപ്പോൾ മുളയങ്കാവിൽ നേരത്തെ തുടങ്ങിയ ഈ ജിം ഒന്നുകൂടിയും റെനോവേറ്റ് ചെയ്ത് ആധുനിക മെഷീനൊക്കെ കൊണ്ടുവന്ന് സജ്ജീകരിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ പുതിയ തലമുറയും പഴയ തലമുറയൊക്കെ ആരോഗ്യപരമായ ഒരുപാട് കൺസേൺ ഉള്ളവരാണ്. അവർ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി കൂടുതൽ ബോധവൽക്കരണം ചെയ്യപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ജിമ്മ് ഒരു വലിയ ഘടകമാണ്. അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഗ്രാമങ്ങളിൽ വരുമ്പോൾ ആരോഗ്യം ഉള്ളെടുക്കുന്ന ഗ്രാമമായി മാറും. ഇതിൻ്റെ എല്ലാവിധ ഈ സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. അതിനൂതനമായ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ചതും ഇമ്പോർട്ട് ചെയ്തതുമായ ഏറ്റവും പുതിയ മെഷീനറികൾ മാത്രം ഉപയോഗപ്പെടുത്തിയാണ് ഫിറ്റ്നസ് ലാൻഡിൽ എല്ലാം സംവിധാനിച്ചിട്ടുള്ളത്. കാർഡിയോ, സ്ട്രെങ്ത്, BCA എക്യുപ്മെൻറ്റുകൾ സജ്ജമാണ്. ലോകത്തിലെ നമ്പർ 1 ബോഡി കോമ്പോസിഷൻ അനലൈസർ ഉപയോഗിച്ച് ശരീരത്തിലെ ആന്തരികവും ബാഹ്യവുമായ കണ്ടീഷൻ പരിശോധിക്കാൻ സംവിധാനം ഉണ്ടിവിടെ. 2005 നമ്മൾ മുളയങ്കാവിലാണ് ആദ്യമായിട്ട് നമ്മളെ ബ്രാഞ്ച് തുടങ്ങിയത്. അതിനുശേഷം നമ്മളിപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ വർഷം പെരിന്തൽമണ്ണയിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഫാമിലി ഫിറ്റ്നസ് സെൻറ്റർ നമ്മൾ ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ നമ്മൾ മുളയങ്കാവിൽ ഈ ഒരു ബ്രാഞ്ച് വന്നിട്ടുള്ളത്. നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റു ഫിറ്റ്നസ് സെൻറ്റേഴ്സിൽ നിന്നും നമ്മുടെ ഒരു പ്രത്യേകത വെറും കേവലം ഒരു ബോഡി ബിൽഡിംഗ് എന്നുള്ളതിനെ മാത്രം സപ്പോർട്ട് ചെയ്യാതെ അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രമാവാതെ ജീവിതശൈലി രോഗങ്ങൾക്കും അതുപോലെ തന്നെ ആക്സിഡൻറ്റ് ഇഞ്ചുറി, സ്പോർട്സ് ഇഞ്ചുറി പോലത്തെ റീഹാബിലിറ്റേഷൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഓരോ വ്യക്തികളുടെയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പ്രത്യേകം ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ചുള്ള വർക്കൗട്ടും വ്യായാമ രീതികളും കാര്യങ്ങളൊക്കെയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ക്ലിനിക് ബേസ്ഡ് വർക്കൗട്ട്സും കാര്യങ്ങളുമാണ് ഫിറ്റ്നസ് ലാൻഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ഈ മുളയങ്കാവ് ബ്രാഞ്ചിൽ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 ഫിറ്റ്നസ് ബ്രാൻഡായിട്ടുള്ള ജെറായ് ഫിറ്റ്നസ്, നമ്മൾ ഫിലിം ആക്ടർ സൽമാൻ ഖാൻ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ആ കമ്പനിയുടെ സ്ട്രെങ്ത് എക്യുപ്മെൻ്റാണ് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് എക്യുപ്മെൻറ്റ്. ആ എക്യുപ്മെൻ്റാണ് നമ്മൾ മുളയങ്കാവ് ബ്രാഞ്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ തായ്വാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള തായ്വാൻ മെയ്ഡ് ആയിട്ടുള്ള ഇമ്പൾസ് എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ കാർഡിയോ എക്യുപ്മെൻറ്റ്സാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. 100% ഫാമിലി ഫ്രണ്ട്ലി ആംബിയൻസ്, ജ്യൂസ് ആൻഡ് കോഫി ബാർ, പേഴ്സണൽ ട്രെയിനിങ്, ഗ്രൂപ്പ് ട്രെയിനിങ് സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. സ്പോർട്സ് മെഡിസിൻ ഡോക്ടറുടെയും ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയും ഡയറ്റീഷ്യൻ്റെയും മുഴുവൻ സമയ വിദഗ്ധ സേവനങ്ങൾ ഫിറ്റ്നസ് ലാൻഡിൻ്റെ പ്രത്യേകതകളാണെന്ന് സിഇഒയും ഫിറ്റ്നസ് കോച്ചും കൗൺസിലറുമായ ഫൈസൽ ബാബു പറഞ്ഞു. എല്ലാ സംവിധാനവും പ്രത്യേകിച്ച് ഞങ്ങളുടെ സർവീസാണ് ഞങ്ങളുടെ പ്രത്യേകത. മറ്റു ഫിറ്റ്നസ് സെൻറ്റേഴ്സിൽ നിന്നും അല്ലെങ്കിൽ മറ്റു ജിമ്മുകളിൽ നിന്നും വ്യത്യസ്തമായി ഓരോ വ്യക്തികളുടെയും കൃത്യമായ അസസ്മെൻറ്റും കാര്യങ്ങളും അവരെ മെഡിക്കൽ കണ്ടീഷനൊക്കെ പരിഗണിച്ച് 100% സ്പോർട്സ് സയൻസ് ആൻഡ് മെഡിക്കൽ സയൻസ് അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ വ്യായാമം നമ്മൾ ഓരോരുത്തർക്കും നിർദ്ദേശിക്കുന്നത്. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. 2005 തുടക്കം കുറിച്ച ഫിറ്റ്നസ് ലാൻഡിന്റെ കേരളത്തിലെ 4ാമത്തെ സംരംഭമാണ് മുളയങ്കാവിലെ ഫിറ്റ്നസ് ലാൻഡ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 50% ഫീസ് നിരക്കിൽ ഇളവ് നൽകുമെന്ന് ഉടമകൾ അറിയിച്ചു. ജീവിതശൈലി രോഗങ്ങളാൽ അമർന്നുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ ആരോഗ്യകരമായ വീണ്ടെടുപ്പിന് പ്രയോജനപ്പെടുത്താവുന്ന ഒരിടമാണ് ഫിറ്റ്നസ് ലാൻഡ്. ഇനി ഷോർട്ട് ന്യൂസ്.
മണ്ണാർക്കാട് പയ്യനടം ഏനാനിമംഗലം ശിവക്ഷേത്രത്തിൽ അഷ്ടബന്ധ കർപ്പൂരാദി ദ്രവ്യകലശം ഞായറാഴ്ച തുടങ്ങും. ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന ചടങ്ങ് വെള്ളിയാഴ്ച സമാപിക്കും. തന്ത്രി ഈക്കാട്ടുമന നാരായണ നമ്പൂതിരി കാർമ്മികത്വം വഹിക്കും. ഓരോ വ്യാഴവട്ടത്തിലും നടത്തുന്ന ചടങ്ങിനാണ് ഏനാനിമംഗലം ശിവക്ഷേത്രം സാക്ഷിയാവുന്നത്. വിവിധ പ്രദേശങ്ങളിൽ നിന്നുൾപ്പെടെ ആയിരങ്ങൾ ചടങ്ങിനെത്തും. സമാപന ദിവസമായ വെള്ളിയാഴ്ച മാത്രം ആയിരങ്ങൾ പങ്കെടുക്കും. ചടങ്ങിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ഏനാനിമംഗലം ശിവക്ഷേത്രം അതിപുരാതനമായൊരു ക്ഷേത്രമാണ്. സ്വയംഭൂവായ പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്ന ശിവൻ വളരെ അപൂർവമായിട്ട് മാത്രം ദർശിക്കാൻ സാധിക്കുന്ന ഒരു ശിവപ്രതിമയാണ്, ശിവരൂപമാണ്. മറ്റേ ഏനാനിമംഗലം ശിവക്ഷേത്രത്തിൻ്റെ ജീർണാവസ്ഥയിൽ നിന്ന് പുരോഗമിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഭാസ്കരൻ തിരുമുൽപ്പാടിനെയും ശ്രീ ബാനുണ്ണി നെടുങ്ങാടിയെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. അവരുടെയൊക്കെ ശ്രമഫലമായി വളരെയധികം ജീർണിച്ച അവസ്ഥയിൽ കടന്നിരുന്ന ശിവക്ഷേത്രം ഇപ്പോൾ വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. ഈ വരുന്ന ഒക്ടോബർ 18 മുതൽ 24 വരെ ക്ഷേത്രത്തിൽ ഓരോ വ്യാഴവട്ടത്തിലും നടത്തേണ്ടിയിരിക്കുന്ന കലശം നടക്കുകയാണ്. അഷ്ടദ്രവ്യ കർപ്പൂരാദി ദ്രവ്യ കലശമാണ് നടക്കുന്നത്. ഈ കാര്യത്തിൽ എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണം ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ BJP കുലുക്കലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം മുളയങ്കാവ് സെന്ററിൽ സമാപിച്ചു. BJP കുലുക്കലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മണികണ്ഠൻ, സംസ്ഥാന സമിതി അംഗം വണ്ടുന്തറ രാജൻ എന്നിവർ സംസാരിച്ചു. കൊപ്പം മണ്ഡലം പ്രസിഡന്റ് രാജകുമാരൻ, കുലുക്കലൂർ പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ ഹരിദാസ്, ഉണ്ണികൃഷ്ണൻ, മറ്റ് പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 9 വർഷമായി അതിദാരുണമായ രീതിയിൽ ഈ കേരളത്തെ ഭരിച്ചു മുടിച്ച് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഭാര്യയും മുഖ്യമന്ത്രിയുടെ മരുമകനും മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയുടെ മകനും വളർന്ന് വികസിച്ച് കോടീശ്വരന്മാരായ ഒരു സ്ഥിതിവിശേഷം നമുക്ക് കേരളത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇന്ന് ഭാരതത്തിലാകമാനം അലയടിക്കുന്ന ആ ദേശീയ വികാരം നമ്മുടെ കേരളത്തിലും സംജാതമായതിൻ്റെ അടിസ്ഥാനത്തിൽ കള്ളപ്പണം ഒഴുകുന്നില്ല, കള്ളപ്പണികൾ നടക്കുന്നില്ല, കള്ളരീതികൾ നടക്കുന്നില്ല എന്നതുകൊണ്ട് ഇനിയും സമ്പാദിക്കാനുള്ള ഒരു എളിയ മാർഗം എന്നുള്ള രീതിയിൽ ഈ കേരളത്തിൻ്റെ ഹൈന്ദവ സംസ്കാരത്തെയും ഹൈന്ദവ ക്ഷേത്രങ്ങളെയും മുടിക്കാനും അവിടെയുള്ള സ്വത്തുവകകൾ കട്ടെടുത്ത് വിൽക്കാനുമുള്ള ഒരു ശ്രമം കേരളം ഭരിക്കുന്ന പിണറായി മുഖ്യന്റെ നേതൃത്വത്തിൽ നടമാടുന്ന ആ ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അട്ടപ്പാടിയിൽ 2 മാസം മുമ്പ് കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം ഉൾവനത്തിൽ കൊലപ്പെടുത്തി കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. 45-കാരിയായ വള്ളിയമ്മയാണ് മരിച്ചത്. കൂടെ താമസിച്ചിരുന്ന പഴനി എന്നയാൾ അറസ്റ്റിൽ. ഒറ്റപ്പാലം അമ്പലപ്പാറ റോഡിൽ ലോറി ഇടിച്ച സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണാന്ത്യം. നെല്ലിക്കുറിച്ചി മുളഞ്ഞൂർ സ്വദേശിനി വന്ദനയാണ് മരിച്ചത്. തൂതപ്പുഴയിലെ വിളയൂർ കണ്ടേങ്കാവ് കടവിൽ കുളിക്കാനിറങ്ങിയ അതിഥി തൊഴിലാളികൾ ഒഴുക്കിൽപ്പെട്ടു. ഒരാളെ കാണാതായി. ഉത്തർപ്രദേശ് സ്വദേശി വാസിദിനെയാണ് കാണാതായത്. മറ്റൊരാളെ ഒപ്പമുണ്ടായിരുന്നവർ രക്ഷപ്പെടുത്തി. ശബരിമല വിഷയത്തിൽ BJPയും CPMഉം പരസ്പര സഹകരണ സംഘമായി മാറിയെന്ന് സന്ദീപ് ജി വാര്യർ. തന്നെ ജയിലിലടച്ചത് ഹാൻസ് വെച്ച് ശബരിമലയിൽ പോയതിനല്ല, സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ അന്തസ്സായി സമരം ചെയ്തതിനെന്നും സന്ദീപ് വാര്യർ. ജന്മനാട്ടിൽ സന്ദീപ് വാര്യർക്ക് സ്വീകരണം. പന്തീരുകുല പ്രധാനി നാറാണത്ത് ഭ്രാന്തന്റെ സ്മരണയിൽ ആയിരങ്ങൾ രായിരനെല്ലൂർ മലകയർ. മലകയറ്റത്തിന് പുലർച്ചെ മുതൽ അനുഭവപ്പെട്ടത് വൻതിരി. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് അനങ്ങനടി വില്ലേജ് ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച്. സ്ഥിരം വില്ലേജ് ഓഫീസറെ നിയമിക്കണമെന്നും സേവനങ്ങൾ ലഭ്യമാക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കണമെന്നും നേതാക്കൾ.